ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മോഹിനിയാണെങ്കിൽ കരുണ കമലേശ്വരത്ത് വീട്ടുജോലികൾ ചെയ്യുന്നതെല്ലാം വീഡിയോയിലൂടെ കാണുന്നു. ഇതേസമയം മുത്തശ്ശിയാണെങ്കിൽ മതിയടി നീ കണ്ട് രസിച്ചത് എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ ചെയ്യേണ്ട പളികൾ തന്നെയല്ലേ കരുണമോളും ചെയ്യുന്നത്. എൻ്റെ മകളുടെ വേലക്കാരിയായിട്ടാണ് കരുണമോളെ അങ്ങോട്ട് വിട്ടയച്ചത്. എന്നിട്ടിപ്പോൾ ആ ഗതി വന്നിരിക്കുന്നത് കരുണമോൾക്ക് തന്നെയാണ്. ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നതിൽ അത്ഭുതമൊന്നുമില്ല എന്നും എല്ലാ കാലത്തും എല്ലാവരും അവൾക്കൊപ്പം ഉണ്ടാവണമെന്നില്ല, അതുകൊണ്ട് ഒരു വീട് നോക്കാൻ അവൾ പഠിച്ചിരിക്കുന്നത് നല്ല തന്നെയാണെന്ന് മോഹിനി പറയുന്നത് കേട്ട് പ്രതാപിനും മുത്തശ്ശിക്കും ദേഷ്യം വരുന്നുണ്ട്. ദേ മിണ്ടാതിരുന്നോ, നിന്നെ ഞാൻ കൊന്നുകളയും. നീയും ഞാനും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചിട്ട് എത്ര കാലമായിടി, പിന്നെ ആരെ ബോധിപ്പിക്കാനാണ് നീ ഈ സിന്ദൂരവും താലിമാലയും ഒക്കെ അണിഞ്ഞു നടക്കുന്നത് എന്ന് പ്രതാപൻ പറയുമ്പോൾ പ്രതാപനെ പിന്തുണച്ചുകൊണ്ട് മുത്തശ്ശിയും മോഹിനിയെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ മോഹിനിയും ഒട്ടും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ഇതുപോലെയുള്ള വൃത്തികെട്ട വർത്തമാനം എപ്പോൾ നിർത്തുമോ അപ്പോൾ മാത്രമേ കൊച്ചുപോൾക്കും നിങ്ങൾക്കുമൊക്കെ നല്ലത് വരൂ. ഇതൊക്കെ കരുണയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി അവിടെ നിന്നും പോകുന്നു. ഇത് കേട്ട് പ്രതാപനാണെങ്കിൽ അങ്ങേയറ്റം അക്രമാസക്തനാവുന്നുണ്ട്. മഹാലക്ഷ്മിയെ കൊന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണുമെന്ന് തന്നെ അയാൾ ഉറപ്പിച്ചു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മഹിയാണെങ്കിൽ കണ്ണൻ്റെ ക്യാബിനിലേക്ക് വരികയാണ്. അമ്മയുടെ പിറന്നാൾ വരികയാണെന്നും തൻ്റെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നല്ല ദിവസങ്ങളെല്ലാം തിരിച്ചു കൊടുക്കണമെന്നും ടെക്സ്റ്റൈൽസിൽ പോയി സാരിയെല്ലാം വാങ്ങിക്കണമെന്നും സ്വർണം വാങ്ങിക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ തൻ്റെ അമ്മ നമ്മൾ കാശ് ചിലവാക്കുന്നതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് വാങ്ങിക്കേണ്ട എന്ന് കരുതിയത് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ കഴിഞ്ഞ തവണ കൊടുത്ത സ്വർണ്ണമെല്ലാം തിരികെ തരണമെന്ന് പറഞ്ഞ് അമ്മ വാശി പിടിച്ചതുകൊണ്ട് ഇത്തവണ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് നല്ല സാരികൾ എടുക്കാമെന്ന് തന്നെ അവർ തീരുമാനിക്കുന്നുണ്ട്. പ്രതാപൻ്റെ തണലിൽ ജീവിച്ചപ്പോൾ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതിരുന്ന കാര്യവും കരുണയുടെ ജന്മദിനം മാത്രം ഗംഭീരമായിട്ട് ആഘോഷിച്ചപ്പോൾ മഹിയുടെയും അമ്മയുടെയും പിറന്നാളിന് ക്ഷേത്രത്തിൽ ചെന്ന് ഒരു പായസം മാത്രമാണ് കഴിപ്പിച്ചിരുന്നതെന്ന് മഹി ഓർക്കുന്നു. ഇനിയുള്ള ആഘോഷങ്ങൾ പ്രതാപനെയും കരുണയെയും മുത്തശ്ശിയൊക്കെ വേദനിപ്പിക്കുന്ന രീതിയിലായിരിക്കണം. നമ്മൾ ചെയ്യുന്നതിന് അയാൾ ചിലപ്പോൾ തൻ്റെ അമ്മയോട് ദേഷ്യം കാണിച്ചേക്കാം, ചിലപ്പോൾ ജീവൻ വരെ എടുത്തേക്കാം. അതുകൊണ്ട് അവിടെ ചെന്ന് അയാളെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് വരാമെന്ന് കണ്ണൻ പറയുന്നുണ്ട്. മഹിയും ഇതിന് സമ്മതിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് പ്രതാപനാണെങ്കിൽ വാമദേവനെ കാണാനായിട്ട് പോകുന്നുണ്ട്. തൻ്റെ മകളുടെ കഷ്ടപ്പാടുകളെല്ലാം പറഞ്ഞ് പ്രതാപൻ കരയുമ്പോൾ മഹാലക്ഷ്മിയെ കൊന്നുകളയണം എന്നാണ് തൻ്റെയും ആഗ്രഹമെന്ന് വാമദേവൻ വ്യക്തമാക്കുന്നുണ്ട്. കമലേശ്വരം വീട്ടിലെ ഈ ഒരു ആലോചന കൊണ്ടുവന്നതിന് വാമദേവനോടും പ്രതാപന് ദേഷ്യമുണ്ട്. എന്നാൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകിടം മറിയുമെന്ന് കരുതിയില്ലെന്ന് വാമദേവൻ സ്വന്തം ഭാഗം ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ നീ ഒന്നോർക്കണം പ്രതാപ, ഇതിനെല്ലാത്തിനും സാക്ഷിയായിട്ട് ആ വിശ്വനാഥനുണ്ടെന്ന് പറയുമ്പോൾ ഇനി ആ വിശ്വനാഥൻ വന്ന് എന്നെ കൊന്നാലും വേണ്ടില്ല, എനിക്ക് ആ മഹാലക്ഷ്മിയെ കൊല്ലണം. അവളുടെ തന്നെ പറമ്പിൽ അവളെ പുതച്ചു മൂടാൻ പാകത്തിന് ഒരിടം വാമേട്ടൻ കണ്ടുവച്ചേക്ക്. കൂട്ടത്തിലൊരു മാവും. ജയിലിൽ പോകിയ വണ്ടി വന്നാലും ശരി, കരുണമോളുടെ കണ്ണീരിന് പ്രതികാരം ചെയ്യുമെന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. പിന്നീട് കണ്ണനും മഹിയും മോഹിനിക്കുള്ള സമ്മാനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അവരെ കാണുമ്പോൾ തന്നെ സന്തോഷത്തോടെ ഓടിയെത്തുന്നുണ്ട് കേട്ടോ. മക്കൾ എത്തിയോ എന്ന് എല്ലാം ചോദിക്കുമ്പോൾ അമ്മയ്ക്കുള്ള സമ്മാനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ദാ അമ്മേ 2 സാരി എന്ന് പറയുമ്പോൾ മോനെ എന്തിനെ വിഷുവിനല്ലേ സാരി എടുത്ത് തന്നുള്ളൂ, ഇപ്പം തന്നെ ഷെൽഫ് നിറച്ച് സാരിയാണെന്നെല്ലാം മോഹിനി പറയുമ്പോൾ അമ്മ ഇനി നല്ല നല്ല സാരികളെല്ലാം ഉടുത്ത് നടക്കണം, അതാണ് ഞങ്ങൾക്കിഷ്ടം എന്ന് പറയുന്നുണ്ട് മഹി. അങ്ങനെ മോഹിനി കണ്ണനെയും മഹാലക്ഷ്മിയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ സമയം മുത്തശ്ശി അവിടെയുണ്ട്. മുത്തശ്ശിക്കാണെങ്കിൽ ഇതെല്ലാം കണ്ട് ദേഷ്യം വരികയാണ്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയെ കാണുന്നതും മഹിയെ കാണുന്നതും ദുഷ്ട എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊന്നും കണ്ണിൽ ചോരയില്ലാതെ എൻ്റെ കൊച്ചുമകളോട് നീ പെരുമാറരുത് എന്നെല്ലാം പറയുമ്പോൾ എന്താ എൻ്റെ മഹി പെരുമാറിയതിൽ തെറ്റ് എന്ന് കണ്ണൻ ചോദിക്കുന്നതും അവൾ ദേഹം അനങ്ങിയിട്ട് ഒരു കരിയിൽ പോലും എടുക്കാത്ത കൂട്ടത്തിലാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ അത് തന്നെയാണ് ഞങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ ശരീരമൊക്കെ ഒന്ന് അണങ്ങിയൊന്ന് പണിയെടുക്കട്ടെ, അങ്ങനെ അവരൊരു കുടുംബിനിയായി മാറട്ടെ എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നെ എൻ്റെ അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? മരിക്കുന്നതിൻ്റെ തലേ ദിവസം പോലും എന്നെ ആ നെഞ്ചിൽ കിടത്തി ഉറക്കിയതാണ്. അമ്മയില്ലാത്തതിൻ്റെ വിഷമമൊന്നും അച്ഛൻ എന്നെ അറിയിച്ചിട്ടില്ല. ആ അച്ഛനെയാണ് നിങ്ങളെല്ലാവരും ചേർന്ന് കൊന്നുകളഞ്ഞത്. അതിനുള്ള ശിക്ഷ നിങ്ങളുടെ കൊച്ചുമകൾ അനുഭവിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെയും നിങ്ങളുടെ മകൻ്റെയും കണ്ണു നിറയൂ. അതുകൊണ്ട് ഈ ഒരു കാര്യം തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് തന്നെ കണ്ണൻ വ്യക്തമാക്കുന്നുണ്ട്. അവൾ എപ്പോഴാണോ അതിനൊക്കെ വിസമ്മതിക്കുന്നത് അപ്പോൾ തന്നെ പ്രതാപൻ ജയിലിൽ ആകും എന്നൊക്കെ കണ്ണൻ പറയുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ എടാ കണ്ണ നീ ഒന്ന് ക്ഷമിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിലും കണ്ണേട്ടൻ്റെ തീരുമാനം പോലെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക എന്നും
അവളെ ഇങ്ങനെ കൂടുതൽ കാലം ജോലി ചെയ്യിപ്പിക്കാനൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അതുകൊണ്ട് കണ്ണേട്ടൻ തീരുമാനിക്കുന്നത് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹി മോഹിനിയെയും കൂട്ടി അകത്തേക്ക് പോകുന്നു. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ ദുർഗ അയച്ചു കൊടുത്ത ആ വീഡിയോ കണ്ണന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കണ്ടില്ലേ മോനെ, എൻ്റെ മോളെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് പറയുമ്പോൾ ഈ വീഡിയോ ആരാ നിങ്ങൾക്ക് അയച്ചു തന്നെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അതിന് മറുപടിയൊന്നും പറയുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് അയച്ചു തന്നേനെ എന്ന് കണ്ണൻ പറയുമ്പോൾ വേഗം തന്നെ മുത്തശ്ശി ആ ഫോൺ പിടിച്ചു വാങ്ങുന്നുണ്ട് കേട്ടോ കണ്ണൻ്റെ കയ്യിൽ നിന്നും. മുത്തശ്ശിക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് പ്രതാപനാണെങ്കിൽ കരുണയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് മോള് വിഷമിക്കേണ്ട, എല്ലാ കാര്യങ്ങളും അച്ഛൻ അറിയുന്നുണ്ട്, ഇനി ആ മഹാലക്ഷ്മി ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പ്രതാപൻ പറയുമ്പോൾ ഇത് കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്, പക്ഷേ അതൊന്നും നടപ്പിലാവുന്നില്ലെന്ന് മാത്രം എന്നെല്ലാം കരുണ നിരാശയോടെ പറയുമ്പോൾ ഇപ്പോഴും ഇങ്ങനെ എന്നെക്കൊണ്ട് തോറ്റുകുറ്റു പോകാൻ പറ്റില്ല എന്നെല്ലാം കരുണ പറയുമ്പോൾ ഇപ്രാവശ്യത്തേക്ക് അച്ഛൻ എന്തായാലും ഇത് ചെയ്തിരിക്കും. ഞാനാണ് അവരുടെ കല്യാണം നടത്തി കൊടുത്തത്, ആ ഞാനായിട്ട് തന്നെ കണ്ണനിൽ നിന്നും മഹാലക്ഷ്മിയെ വേർപെടുത്തും എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. തുടർന്ന് തറവാട്ടിൽ വെച്ച് നിൻ്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോവുകയാണെന്നും നിൻ്റെ അമ്മയ്ക്ക് 1 വയസ്സ് കൂടുമ്പോൾ മഹാലക്ഷ്മിയുടെ ആയുസ് ഞാൻ എടുത്തിരിക്കുമെന്നെല്ലാം പ്രതാപൻ വീണ്ടും പറയുമ്പോൾ എങ്കിൽ അത് ചെയ്തിട്ട് വന്ന് എൻ്റെ മുന്നിൽ സംസാരിച്ചാൽ മതി, അതുവരെ എന്നെ കാണാനും സംസാരിക്കാനും നിൽക്കണ്ട എന്നെല്ലാം കരുണ പറയുമ്പോൾ മോൾ അങ്ങനെ ദേഷ്യപ്പെടല്ലേ, അച്ഛനെ നീ ഒന്ന് വിശ്വസിക്കുക ഇപ്രാവശ്യത്തേക്ക് എന്നൊക്കെ പറയുമ്പോൾ അച്ഛ ആ കണ്ണനും മഹാലക്ഷ്മിയും പിരിയണം, മഹാലക്ഷ്മി മരിച്ചു പോകണം, അവരൊരു കുഞ്ഞിനെ പ്രസവിച്ച് സന്തോഷത്തോടു കൂടി ഭർത്താവിനോടൊപ്പം ജീവിക്കരുതെന്ന് ഞാൻ അമിതമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ സുഖത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന മഹാലക്ഷ്മിയെ കാണുന്നത് എനിക്ക് സഹിക്കില്ല അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ അവിടെ നിന്നും പോവാണ്. തുടർന്ന് കരുണ ഒരു കാര്യം കൂടി പ്രതാപനോട് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛൻ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ അതിനു മുൻപ് വാമദേവനാണ് എല്ലാത്തിനും പുറകിൽ എന്നുള്ള കാര്യം കൂടി അച്ഛൻ എല്ലാവരെയും അറിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കരുണ പോകുന്നത്. അങ്ങനെ പ്രതാപനാണെങ്കിൽ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പ്രതാപനാണെങ്കിൽ മഹാലക്ഷ്മിയെ കൊലപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യവുമായിട്ട് വീട്ടിലെത്തുന്നുണ്ട്. അവിടെ എത്തുന്നതും ആദ്യം തന്നെ മഹാലക്ഷ്മിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. വേണ്ട പ്രതാപേട്ട ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ മഹിക്ക് മുന്നിൽ കെഞ്ചി കരയുന്നുണ്ട്. പക്ഷേ അയാൾ അതൊന്നും അനുസരിക്കുന്നില്ല. തുടർന്ന് തൻ്റെ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് പ്രതാപൻ മഹിയെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. ഇതേസമയം ഇത് കണ്ടുകൊണ്ട് കണ്ണൻ വരുന്നുണ്ട്. കണ്ണൻ ആകെ നിയന്ത്രണം വിട്ടു പോവാണ്. തുടർന്ന് കണ്ണനാണെങ്കിൽ വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കാതെ തന്നെ അയാളെ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ മഹിയെ കൊലപ്പെടുത്തും എന്നുള്ള ലക്ഷ്യവുമായിട്ട് അവളുടെ നേരെ പാഞ്ഞെടുക്കുന്നുണ്ട്. മറ്റു വഴികളില്ലാതെ അയാളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് മഹാലക്ഷ്മിയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. അയാളാണെങ്കിൽ പ്രതാപനാണെങ്കിൽ പുറകെ തന്നെയുണ്ട്. അങ്ങനെ അയാൾ മഹാലക്ഷ്മിയെ കുത്തിക്കൊല്ലാൻ നോക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് കണ്ണന് വന്നിട്ട് അയാളെ ചവിട്ടി വീഴ്ത്തുന്നത്. മാത്രമല്ല ആ കത്തി ഉപയോഗിച്ചിട്ട് പ്രതാപനെ കുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്താണ് കണ്ണന് നടക്കാൻ കഴിയും എന്നുള്ള സത്യങ്ങളെല്ലാം എല്ലാവരും മനസ്സിലാക്കുന്നത്. അങ്ങനെ മഹിയെയും കുഞ്ഞിനെയും കൊലപ്പെടുത്താൻ നോക്കിയ പ്രതാപൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ടാണ് കണ്ണൻ അവിടെ പ്രതികാരം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം കിടലൻ എപ്പിസോഡിനായിട്ട്.